നമ്മൾ അടിപൊളി മുട്ടക്കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റ് ഉള്ളൊരു കുറുമയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 3 വലിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഷർ പോയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് ഈ വലിയ ഉള്ളി വെക്കണം, ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള ഉള്ളി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട നമ്മൾ തോല് പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തൊക്കെ വെക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഗ്രാമ്പു, ഒരു പട്ട, ഒരു ഏലക്ക ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരച്ചിട്ട് ഇതിൻ്റെ പാലാണ്, ഈ തേങ്ങയുടെ പാലാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ സ്വല്പം കുരുമുളക് പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി, സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില. നമുക്ക് ഈ മുട്ടയൊന്ന് ഇതിൽ വഴറ്റിയെടുക്കാം കേട്ടോ. ഈ മുട്ട ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ മസാല പിടിക്കും. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ആ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച വലിയുള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴറ്റിയെടുക്കാം. എളുപ്പത്തിൽ വഴഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി വാടിയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇത് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളി വാട്ടിയത് ഇവിടെ ചൂട് തണഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പോകാം കേട്ടോ. ആവശ്യമെങ്കിൽ ഇത്തിരി വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം. സ്വല്പം വെള്ളം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ ചീഞ്ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി നമുക്ക് ഇതിൽ വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ സ്വല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ച മിശ്രിതം ഉള്ളിയുടെ ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് മിക്സി കഴുകിയ വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങയുടെ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച മുട്ട ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കുറുമ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. താങ്ക് യു.